ഇന്നലെ ഞാൻ ഒരു വീഡിയോയിൽ നമ്മുടെ പ്രധാനമന്ത്രി നടത്തിയ പെരുമാറ്റച്ചട്ട ലംഘനം, മാതൃകാ പെരുമാറ്റച്ചട്ട ലംഘനത്തെക്കുറിച്ച് ഞാൻ പ്രതിപാദിച്ചിരുന്നു. അപ്പോൾ അതിന് ഒരുപാട് പേര് കമൻസൊക്കെ എഴുതി. കൂടുതലൊക്കെ നല്ല കമൻസാണ് വന്നേക്കുന്നതെല്ലാം. അത് കണ്ടിട്ട് സന്തോഷമുണ്ട് എനിക്ക്. കമൻസ് വായിക്കാതിരിക്കത്തില്ല, കാരണം ജനങ്ങളുടെ പൾസ് ഒന്ന് മനസ്സിലാക്കണ്ടേ. ഞാൻ സോഷ്യൽ മീഡിയ, ഒരാൾ എഴുതി സോഷ്യൽ മീഡിയയിൽ ഞാനുള്ളപ്പോൾ അത് നോക്കി ഞാനിത് ചെയ്യുമ്പോൾ ഒരു കാരണവശാലും കമൻസ് ഒന്നും വായിക്കരുത് എന്നെഴുതി. അങ്ങനെയല്ല, എൻ്റെ അഭിപ്രായത്തിൽ നേരെ മറിച്ചാണ്. ആ കമൻസ് നോക്കണം, നോക്കിയിട്ട് എന്തെങ്കിലും കറക്റ്റ് ചെയ്യാനുള്ള ഒരു കാര്യം ഒരാളെ എഴുതിയാൽ നല്ലതാണെങ്കിൽ അത് നല്ല രീതിയിൽ ഇത് എടുക്കണം. പിന്നെ ഈ തെറി പറയുന്നവന്മാരൊക്കെ ഞാൻ പറഞ്ഞില്ലേ, ചിലവന്മാർ പറയും നോക്കിയിട്ട് എൻ്റെ കയ്യിൽ കിടക്കുന്ന വാച്ച്, അത് ഒരുത്തൻ എഴുതിയേക്കാണ് റോളക്സ് ആയിട്ടേക്കെന്ന് കേട്ടോ കയ്യിൽ. എനിക്ക് റോളക്സ് ഇടാൻ പാടില്ലെന്ന് എവിടെയെങ്കിലും ഉണ്ടോ? അത് നേരത്തെ ഇരുന്ന ഇതിൽ വേറൊരെണ്ണമാണ്, 2 എണ്ണം ഉണ്ട് റോളക്സ്. അത് കുഴപ്പമൊന്നുമില്ലല്ലോ പറയുന്നതിന്, കാരണം അത് എൻ്റെതാണ്. ഇത് എനിക്ക് പണം ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് എന്തും വാങ്ങാം, എല്ലാം ചെയ്യാം, ഒരു കുഴപ്പമില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ജഡ്ജിയായിപ്പോയി എന്നുള്ള ഒരു കാരണം കൊണ്ട്, ജഡ്ജിയായിരുന്ന സമയത്ത് തന്നെ ആ റോളക്സ് ഉള്ളത്, കാശ് കൊടുത്ത് വാങ്ങിച്ചതാണ്. അതെന്തോ ആയിക്കോട്ടെ, പോട്ടെ, അതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല. അതൊക്കെ പറയും. ഇതെന്നാലും മനസ്സിലാക്കണമെങ്കിൽ നമ്മളിതൊന്ന് കാണണമല്ലോ, കമൻസ്. അതുകൊണ്ട് കാണണം. ചിലർ നല്ല കാര്യങ്ങൾ പറയാറുണ്ട്. ഉദാഹരണമായിട്ട് അതിനെ ചോദിച്ചു, പ്രധാനമന്ത്രി ഒരു പത്രസമ്മേളനം നടത്തിയാൽ പോരായിരുന്നു ഇങ്ങനെ ഇതുപോലെ ചട്ടലംഘനം നടത്താതെ എന്ന് ഒരു ശരിയായ ഒരു കമൻറ്റ് ചോദിച്ച ഒരാൾ ചോദിച്ചു. അതിന് നമ്മൾ ഇത് കേൾക്കുന്നുണ്ടല്ലേ നമുക്ക് യഥാർത്ഥത്തിൽ അതിൻ്റെ കാരണം. ഈ പത്രസമ്മേളനം നടത്തുക, പത്രക്കാർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറയുക എന്ന് പറയുന്നത് എല്ലാവർക്കും കൊണ്ടും പറ്റത്തില്ല. ഈ നമ്മുടെ പ്രധാനമന്ത്രി ഏതെങ്കിലും പത്രസമ്മേളനം നടത്തുന്നത് കണ്ടിട്ടുണ്ടോ? ഒരിക്കലും ഒരു പത്രസമ്മേളനം, ഒരു പത്രക്കാരൻ്റെ ഇൻ്റർവ്യൂ അദ്ദേഹം കൊടുത്തു. അത് നമ്മുടെ ഒരു റിപ്പബ്ലിക് ചാനലുണ്ടല്ലോ, ആ ചാനലിലാണ് കൊടുക്കുന്നത്. അത് അഡ്ജസ്റ്റ്മെൻ്റ് ആയിരുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഇനി അതുമാത്രമല്ല, അദ്ദേഹം പിള്ളേരുമായിട്ടൊക്കെ സമ്മതിക്കും എന്ന് പറയുന്നതുകൊണ്ട് അതിനകത്ത് കുട്ടികളുടെ അതിലൊരു കുട്ടി എഴുതിയിരുന്ന ഒരു കാര്യം ഞാൻ ഒരിക്കൽ കാണാനിടയായി. ഇവരെ ക്ലാസ് കൊടുക്കുകയാണ്, പ്രധാനമന്ത്രിയോട് എന്തൊക്കെ ചോദിക്കണം, അതേ ചോദിക്കാവൂ, ആ ചോദ്യങ്ങൾ ചോദിക്കണം. അതുപോലെ പ്രധാനമന്ത്രി മറുപടി പറയും. ഓരോന്ന് പറയുമ്പോൾ പ്രധാനമന്ത്രി ഇന്നതുപോലെ ഇന്ന കാര്യം പറയുമ്പോൾ ചിരിക്കണം. അവരെ പഠിപ്പിച്ചു വിടുന്നതാണ്. ഇതാണ് ഇൻ്റർവ്യൂ. അപ്പോൾ ഇങ്ങനെ ഈ രീതിയിൽ ഇൻ്റർവ്യൂ കൊടുക്കുന്ന ഒരാൾക്ക് ഒരു കാരണവശാലും ഒരു പത്രസമ്മേളനം നടത്തി പത്രക്കാരെ ചോദ്യങ്ങളുടെ പിടിച്ചെങ്കിയാൻ പറ്റത്തില്ല. അതറിയാവുന്നവർക്ക് അറിയാം. ഇപ്പോൾ നമ്മൾ പ്രസ് ക്ലബിലൊക്കെ ഏതെങ്കിലും നമ്മളെ എന്തെങ്കിലും ഒരു കാര്യത്തിന് വിളിച്ചു കഴിഞ്ഞാൽ അവർ ഒരുപാട് ചോദ്യം ചോദിക്കും. ബുദ്ധിമുട്ടാണ് അതിന് കറക്റ്റ്. നമ്മുടെ കയ്യിൽ സത്യം ഉണ്ടെങ്കിൽ നമുക്ക് വേറെ ഒരു കുഴപ്പമില്ലെന്നുണ്ടെങ്കിൽ നേരിട്ട് നമുക്ക് അന്തസ്സായിട്ട് അതിലെല്ലാം പറയാൻ പറ്റും, ഒരു കുഴപ്പമില്ല. ഞാൻ ഒരുപാട് പത്രസമ്മേളനങ്ങൾ നടത്തിയിട്ടുള്ള ആളാണ്. അതുകൊണ്ട് എനിക്കതിനകത്ത് ഒരു വിഷമവുമില്ല പറയുന്നതിന്. എന്നെ ഒരുപാട് പത്രക്കാർ ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട്, വളരെ ഷൂഡായിട്ട് എന്നെ ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട്. ഈ നമ്മുടെ ഏഷ്യാനെറ്റിൽ ഇപ്പോൾ ഉള്ള ഉണ്ണി ബാലകൃഷ്ണനൊക്കെ എന്നെ ഗ്രില്ല് ചെയ്യുന്ന മാതിരി എന്നെ ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട് വളരെ. എന്നിട്ട് അവസാനം പറഞ്ഞിട്ടുണ്ട്, നന്നായിട്ട് ഞാൻ പെർഫോം ചെയ്തെന്ന് ഉണ്ണി ബാലകൃഷ്ണൻ പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരുപാട് പത്രക്കാർ എന്നെ വന്നിട്ടുണ്ട്, ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട്. എനിക്കൊരു പ്രശ്നവും തോന്നിയിട്ടില്ല. നമുക്ക് അത് പറയാൻ അറിയണം, അല്ലെങ്കിൽ അറിയാൻ വയ്യാത്ത കാര്യമാണെങ്കിൽ എനിക്ക് അതിനെക്കുറിച്ച് അറിഞ്ഞുകൂടാ, ധൈര്യമായിട്ട് പറയാം. അതുകൊണ്ട് നമ്മുടെ പ്രധാനമന്ത്രിക്ക് ഇത് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് നമുക്കൊക്കെ അറിയാം. അതുകൊണ്ട് ആ ചോദ്യത്തിന് പ്രസക്തിയില്ല. പിന്നെ വേറെ 1-2 കാര്യങ്ങൾ അതിൽ പറയാനുള്ള കാര്യങ്ങൾ പറയാൻ വിട്ടു. പിന്നെ ആലോചിച്ചപ്പോഴാണ് അതെനിക്ക് കിട്ടിയത്. അത് പാർലമെൻറ്റിലൊരു കാര്യം ചർച്ച നടത്തുന്നു. പാർലമെൻറ്റിൽ ചർച്ച നടത്തുന്നത്, പാർലമെൻറ്റിന് ഒരു പ്രിവിലേജ് ഉണ്ട് അതിലെ മെമ്പേഴ്സിന്. പാർലമെൻറ്റിൽ ആ ചർച്ച നടത്തുന്നുണ്ടല്ലോ, അതിനെ എടുത്തിട്ട് വിമർശിക്കാനോ വെളിയിൽ വിമർശിക്കാനോ ആർക്കും അധികാരമില്ല. അങ്ങനെ ഒരു കാര്യം കൂടെ ഉണ്ട്. അവരുടെ പ്രിവിലേജാണ് അംഗങ്ങളുടെ. ഇതിൽ പ്രതിപക്ഷ അംഗങ്ങൾ ഇതിനെതിരെ സംസാരിച്ചു. അപ്പോൾ അവർ സംസാരിച്ചതെല്ലാം വൃത്തികേടാണെന്നും അവരിവിടുത്തെ സ്ത്രീകളെ പ്രശ്നങ്ങളിൽ എല്ലാം വളരെ മോശമായിട്ടാണ് ഇടപെട്ടതെന്നും സ്ത്രീകൾക്ക് വേണ്ട സഹായം ചെയ്യാൻ അവർ തയ്യാറായില്ലെന്നും ഒക്കെ പറഞ്ഞ് വളരെ
വളരെയധികം ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ട് പ്രധാനമന്ത്രി സംസാരിച്ചു. യഥാർത്ഥത്തിൽ അദ്ദേഹം അതിനെതിരായിട്ട് പറഞ്ഞ് വോട്ട് ചെയ്ത ആളാണ്, അദ്ദേഹം അതിന് അനുകൂലമായിട്ട് പറഞ്ഞ് വോട്ട് ചെയ്ത ആളായിരിക്കും. ഈ ബാക്കിയുള്ളവരും വോട്ട് ചെയ്താണല്ലോ അത് പരാജയപ്പെട്ടത്, ആ ഭേദഗതി, ഭരണഘടനാ ഭേദഗതി ബില്ല് പരാജയപ്പെടുന്നത്. അപ്പോൾ അങ്ങനെ പരാജയപ്പെട്ട് കഴിഞ്ഞപ്പോൾ പാർലമെൻറ്റിൽ ഈ ചർച്ച നടന്ന കാര്യത്തെക്കുറിച്ച് വെളിയിൽ ഇതിനെക്കുറിച്ച് ഇങ്ങനെ ക്രിട്ടിസൈസ് ചെയ്യുമ്പോഴും ഈ പാർട്ടി, സമാജ്വാദി പാർട്ടി, കോൺഗ്രസിൻ്റെ ആണ് എത്ര 59 ഇടത്തെങ്ങാണ്ട് കോൺഗ്രസിൻ്റെ പേര് പറഞ്ഞിട്ടുണ്ട്, 59 പ്രാവശ്യം. കോൺഗ്രസ്, അദ്ദേഹത്തിന് ഉറക്കമില്ല ഈ കാര്യത്തിൽ. കോൺഗ്രസ് കാരണം, കോൺഗ്രസ്, പിന്നെ സമാജ്വാദി പാർട്ടി, DMK, അതേപോലെ TMC, ഈ പാർട്ടികളെയാണ് മുഴുവൻ ക്രിട്ടിസൈസ് ചെയ്തത്. അപ്പോൾ അത് അദ്ദേഹത്തിന് ചെയ്യാം. ഒരാൾ ചോദിച്ചു, പ്രധാനമന്ത്രിക്ക് സമയം നോക്കേണ്ട കാര്യമുണ്ടോ, ഇലക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന് രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്യാൻ ഒരു തടസ്സമില്ല. പക്ഷേ ഈ പാർലമെൻറ്റിൽ ഡിസ്കസ് ചെയ്തേക്കുന്ന കാര്യം എതിർഭാഗം വോട്ടിട്ട് തോൽപ്പിച്ചു, ഇത് തോൽപ്പിച്ച ഒരു കാര്യം അവിടെ കഴിഞ്ഞാണ്. ബാക്കിയുള്ള അംഗങ്ങളെ ആക്ഷേപിക്കുന്നതിന് തുല്യമല്ലേ? ഇതിനെതിരെ വോട്ട് ചെയ്ത ആളുകളെ ആക്ഷേപിക്കുന്നതിന് തുല്യമല്ലേ? അവർ വിവരം കെട്ടവരാണെന്ന് പറയാനാണെങ്കിൽ പിന്നെ പ്രധാനമന്ത്രി പറയുന്ന കാര്യത്തിന് മാത്രം അതുപോലെ വോട്ട് ചെയ്താൽ പോരെ? അവിടെ പോയി ജനങ്ങൾ തിരഞ്ഞെടുത്ത് വിട്ട്, മാൻഡേറ്റ് കൊടുത്ത് തിരഞ്ഞെടുത്ത് വിട്ടതാണ് അവർക്ക് ജനങ്ങൾക്ക് വേണ്ടി അവിടെ പ്രവർത്തിക്കാനും വോട്ട് ചെയ്യാനും. അവരുടെ ഫ്രാഞ്ചൈസ് അവർ ശരിയായ രീതിയിൽ വിനിയോഗിച്ചു. വിനിയോഗിച്ചതിന് കുറ്റം പറയുക എന്നും അതിനെ തോൽപ്പിച്ചപ്പം എല്ലാവരും എതിര് നിന്നു, വളരെ കഷ്ടമായി, അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞ് വനിതകളെ ഓർത്ത് കണ്ണീർ വാർത്ത നമ്മുടെ പ്രധാനമന്ത്രി ചെയ്ത ഒരു പിഴവെന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അവകാശ ലംഘനം നടത്തി എന്നുള്ളതാണ് പാർലമെൻറ്റിൻ്റെ. അത് നടത്തിയിട്ടുണ്ട്. അതൊന്നും നടപടിയൊന്നും വരും എന്ന് നമുക്ക് വിശ്വസിക്കാൻ ഒക്കത്തില്ല. കാരണം സ്പീക്കർ, നടപടിയെടുക്കേണ്ട സ്പീക്കർ എന്തുവാ ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് കണ്ടുകൊണ്ടറിയാം കേട്ടോ. അദ്ദേഹം ഇങ്ങനെ ഇവരൊക്കെ സംസാരിക്കുമ്പോൾ, പ്രധാനമന്ത്രിയും ഈ മന്ത്രിമാരൊക്കെ സംസാരിക്കുമ്പോൾ വളരെ സുസ്മേരവദനായിട്ട് തന്നെ ഇങ്ങനെ ഇരിക്കും. അപ്പോൾ ബാക്കി പ്രതിപക്ഷം എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ കാണിക്കുന്ന ഈ രീതിയിലാണ് പെരുമാറുന്നത്. പിന്നെ എങ്ങനെ നന്നാവും? അപ്പോൾ ഇതാണ് ഒരു പ്രശ്നം. പിന്നെ ഒരാൾ ചോദിച്ചതുപോലെ ഏത് സമയത്തും പറഞ്ഞൂടെ പ്രധാനമന്ത്രിക്ക് രാജ്യത്തെ അഭിസംബോധന ചെയ്യാം? നമ്മുടെ പ്രസിഡന്റിനും പ്രധാനമന്ത്രിക്കും രാജ്യത്തെ അഭിസംബോധന ചെയ്യാം. അത് ഈ പബ്ലിക് നമ്മുടെ സിസ്റ്റത്തിലൂടെ തന്നെ ദൂരദർശൻ വഴി, ആകാശവാണി വഴി ചെയ്യും. പക്ഷേ ഇങ്ങനെയുള്ള കാര്യത്തിൽ പറയാനുള്ളതുണ്ടല്ലോ, അദ്ദേഹം അവിടെ പാർലമെൻറ്റിൽ നടന്ന ചർച്ചയൊന്നും അല്ലല്ലോ പറയുന്നത്. അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട് അങ്ങ് പറയും. അദ്ദേഹം ഇങ്ങനെയാണ് ശരി എന്നങ്ങ് പറയും. വനിതകൾക്ക് ഇങ്ങനെ കൊടുക്കണമായിരുന്നു എന്ന് പറയും. വനിതകളുടെ കണ്ണീരാണ്, വനിതകളോട് ക്ഷമ ചോദിക്കുന്നു. ക്ഷമയൊന്നും ചോദിക്കേണ്ട, അതിന് മാർഗ്ഗം ഞാൻ പറഞ്ഞുതരാം നടപ്പാക്കാൻ. അപ്പോൾ എന്നൊക്കെ പറഞ്ഞ് വളരെ കണ്ണീർ വാർത്തല്ലോ. ഈ കണ്ണീർ വാർത്തതിനകത്ത് ചെയ്ത കാര്യം, ഈ ഇലക്ഷൻ അദ്ദേഹം ബാക്കിയുള്ളവരെ എല്ലാം ഈ സമയത്ത്, അതായത് ഇവിടെ തമിഴ്നാട്ടിലും അതേപോലെ തന്നെ പശ്ചിമ ബംഗാളിലും ഇലക്ഷൻ നടക്കാൻ പോവാണ് 23-ാം തീയതി 27-ാം തീയതി ആയിട്ട്. അവരെ ഇത് പറഞ്ഞ് വനിതകൾ നിങ്ങളെ ശരിപ്പെടുത്തും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വനിതകളെ ആർക്കും വോട്ട് ചെയ്യരുതെന്നാണ് അതിൻ്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ BJPക്ക് വോട്ട് കൊടുക്കാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഈ ക്യാൻവാസ് ചെയ്യാനായിട്ടുള്ള ഒരു പ്രസംഗം ഒരു പ്രധാനമന്ത്രി നടത്താൻ പാടില്ല, വോട്ട് ക്യാൻവാസ് ചെയ്യാൻ വേണ്ടി, പ്രത്യേകിച്ച് ഇലക്ഷന് വേണ്ടി. ആ രീതിയിലാണ് ചെയ്തേക്കുന്നത്. അത് വളരെ ശുദ്ധ വിവരക്കേടാണ് ചെയ്തത്. അതിനെ ആര് ന്യായീകരിച്ചാലും BJPക്കാരൊക്കെ ന്യായീകരിക്കാൻ ഒരുപാട് പേര് കാണും, ന്യായീകരണ തൊഴിലാളികൾ കാണും. തെറ്റാണ്, ചെയ്തത് തെറ്റാണ്. അതിന് യഥാർത്ഥത്തിൽ നടപടി വേണ്ടതുമാണ്. പെരുമാറ്റച്ചട്ട ലംഘനം തന്നെയാണ്. നോട്ടീസ് കൊടുക്കേണ്ടതാണ്. മറുപടി കൊടുക്കട്ടെ, നോട്ടീസ് കൊടുത്തിട്ട്. അതൊന്നും ഈ ഇലക്ഷൻ കമ്മീഷനൊന്നും ചെയ്യും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ എന്താണെന്ന് നമുക്കറിയാമല്ലോ, പറഞ്ഞുകൊണ്ട് കാര്യമില്ല. ഇനി ഇപ്പോൾ ഇതേപോലെ അദ്ദേഹം മാത്രമല്ല, വേറൊരു പ്രശ്നം, ഈ എതിർഭാഗത്തിന് ഇതിന് മറുപടി പറയാൻ മാർഗമുണ്ടോ? രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്യുകയാണ് എന്നുള്ള പേരിൽ നമ്മുടെ പബ്ലിക് സിസ്റ്റം ഉപയോഗിച്ച്, ദൂരദർശനും ആകാശവാണിയും ഉപയോഗിച്ച്, നമ്മുടെ മാധ്യമങ്ങൾ ഉപയോഗിച്ച് ചെയ്യുകയാണ്. ഗവൺമെൻറ്, സർക്കാർ മാധ്യമങ്ങളിലാണ് അത് ചെയ്യുന്നത്. ഗുരുതരമായ തെറ്റാണ്. ചെയ്തപ്പോൾ ഉള്ള കുഴപ്പം നമ്മളെയൊക്കെ റേഡിയോ ആക്കിയതല്ലേ എന്ന് പറഞ്ഞാൽ അദ്ദേഹം പറയുന്നു, കേട്ടോണ്ടിരിക്കണം, മറുപടിയൊന്നും പറയാൻ ആർക്കും ഒക്കത്തില്ല. എന്നാൽ ഒരു സംവാദത്തിലായിരുന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ, ഇതിന് എത്രയോ പേരുണ്ട് വരാൻ. അപ്പോൾ ഈ പറഞ്ഞത് വളരെ വലിയ തെറ്റാണ്, ഗുരുതരമായ പിഴവാണ്. പിന്നെ ഇവിടെ വനിതാ സംവരണത്തിൻ്റെ കാര്യം നമ്മുടെ 160-ാം ഭരണഘടനാ ഭേദഗതിയിലാണ് തീരുമാനമായത്, 2023. അത് ശരിയാണ്. അത് ആർട്ടിക്കിൾ 334A A ഈ ആർട്ടിക്കിളാണ് അതിൽ അമെൻഡ് ചെയ്ത് ചേർത്തത്. അതനുസരിച്ച് 2023, അതായത് ഇത് കഴിഞ്ഞതിന് ശേഷമുള്ള ആദ്യത്തെ സെൻസസിൽ നിന്ന് ഡീലിമിറ്റേഷൻ നടത്തിയെടുക്കാം എന്നാണ്. കൊടുക്കാനൊന്നും അല്ല ഇത്.
ഇനി ഇപ്പോഴാണെങ്കിൽ ആ സെൻസസ് കഴിഞ്ഞോ? ഇല്ലല്ലോ. 2023 കഴിഞ്ഞുള്ള സെൻസസ് എന്ന് പറഞ്ഞാൽ 2026 സെൻസസ് ആണ്. അത് കഴിഞ്ഞേ ചെയ്യാൻ നോക്കൂ ഭരണഘടന അനുസരിച്ച്. അതും തെറ്റാണ്. ഇനി ആ ഭരണഘടന അതങ്ങ് ഭേദഗതി ചെയ്യാനായി ബില്ല് കൊണ്ടുവരുന്നത്. അപ്പോൾ ഭേദഗതി ചെയ്ത് എന്താ ഉണ്ടാക്കുന്നത്? 850 സീറ്റും ഉണ്ടാക്കണം. അത് കഴിഞ്ഞിട്ട് അതിൽ നിന്ന് 33% കൊടുക്കും. ഈ 850 സീറ്റിൽ 850 പേർക്ക് നമ്മളെല്ലാം ചെലവിന് കൊടുക്കണ്ടേ? പിന്നെ ഒരു ജംബോ മന്ത്രിസഭ വരും. ലോകത്തെങ്ങും ഇല്ല ഇത്രയും വലിയ 850 പേരുള്ള പാർലമെൻറ്റ്. ലോകത്തൊരു രാജ്യത്തും ഇല്ല. അത് ഇന്ത്യയിലായിരിക്കും ആദ്യമായിട്ട് വരാൻ പോകുന്നത്. പിന്നെ അതിനകത്തുനിന്ന് മന്ത്രിമാർ വരുന്ന എത്ര ആയിരിക്കും? ഒരു 350 എണ്ണമെങ്കിലും കാണും. ഇതിനെല്ലാം ചെലവിന് കൊടുക്കണം. മുഴുവൻ ചെലവിന് കൊടുക്കണം. അവരെ എല്ലാ ചെലവും കൊടുക്കുക. ഇത്ര കോടി രൂപയാണ് ഒരാൾക്ക് വേണ്ടി മുടക്കുന്നത്. അങ്ങനെ ഈ 350 മന്ത്രിക്ക് അവരുടെ സ്റ്റാഫ് മുഴുവൻ ഇതിനൊക്കെ എവിടുന്ന് കാശുണ്ടാക്കും? പാവങ്ങൾ, ഈ നാട്ടിലെ ജനങ്ങൾ വേണം കൊടുക്കാൻ. ഭരിക്കപ്പെടാൻ വേണ്ടി നമ്മൾ കൊടുക്കേണ്ട പൈസയാണ് ഇതെല്ലാം. വലിയ ശുദ്ധ തോന്നിയാസമല്ലേ കാണിക്കാൻ പോകുന്നത്. അത് മാത്രമല്ല, ഇതിൻ്റെ പിന്നിലുള്ള കള്ളക്കളി എന്ന് പറയുന്നത് സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സിനെ മുഴുവൻ മാറ്റി നിർത്തിയിട്ട് നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സ് കുറേ സ്റ്റേറ്റുകൾ കണ്ടുവച്ചിട്ടുണ്ട്. അവരുടെ ഭൂരിപക്ഷം അവിടെ ഉണ്ടാക്കി വെച്ചിട്ട് അവിടുത്തെ വോട്ട് കൊണ്ട് തന്നെ BJPക്ക് സ്വന്തമായിട്ട് ഭരിക്കണം. അതാണ് വേണ്ടത്. അതാണ് അദ്ദേഹം പറഞ്ഞു വെച്ച അവസാനം ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കും എന്ന് വെച്ചാൽ ഭരണഘടനാ ഭേദഗതിക്ക് 3/2 ഭൂരിപക്ഷം വേണമല്ലോ. അതുകൊണ്ട് അത് കൊടുക്കാനായി പറഞ്ഞേക്കുന്നേ. എന്നിട്ട് സ്ത്രീകളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് പലയിടത്തും. നോർത്ത് ഇന്ത്യയിൽ അങ്ങനെ ഒരു റിപ്പോർട്ട് വന്നിട്ടുണ്ട്. അതായത് ഒരുപാട് പറയുന്ന കാര്യം ഒരുപാട് തെറ്റിദ്ധാരണ പരത്തുന്നുണ്ട് സ്ത്രീകളെടുത്ത്. കോൺഗ്രസും ഒക്കെ നിങ്ങൾക്കെതിരാണ് എന്നുള്ള രീതിയിലാണ് കൊടുത്തേക്കുന്നത്. സമാജ്വാദി പാർട്ടി, അതുപോലെ TMC, DMK ഇതെല്ലാം സ്ത്രീകൾക്കെതിരാണ് എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ അങ്ങോട്ട് പോകുന്നത്. ഒരൊറ്റ കാര്യം ചെയ്താൽ മതി. ഈ 540 രാഹുൽ ഗാന്ധി പറഞ്ഞല്ലോ, ഈ 543 സീറ്റ് ഇപ്പോൾ ഉണ്ടല്ലോ, അതിൻ്റെ അതിൻ്റെ മൂന്നിലൊന്ന്, അതായത് 33% സ്ത്രീകൾക്ക് കൊടുക്കട്ടെ. എന്താ കുഴപ്പം കൊടുത്താൽ? അത് പറ്റത്തില്ല. കാരണം ഈ പുരുഷന്മാരിപ്പോൾ ഇരിക്കുന്നവന്മാർക്ക് അവിടെ തന്നെ ഇരിക്കണം. അത് വേണമെങ്കിൽ സീറ്റ് ഇതങ്ങോട്ട് കൊടുക്കേണ്ടതായിട്ട് വരത്തില്ലേ? അങ്ങനെ കൊടുക്കട്ടെ. ഇവിടെ കേരളത്തിൽ 21 സീറ്റുള്ളത്, അതിൻ്റെ 33% കൊടുക്കട്ടെ പെണ്ണുങ്ങൾക്ക് എന്ന് പറഞ്ഞ പോലെ എല്ലാ സ്റ്റേറ്റിലും ഈ 33% വെച്ച് 543 സീറ്റുണ്ടല്ലോ, അതിൻ്റെ 33% അങ്ങ് കൊടുത്താൽ എന്താ കുഴപ്പം? പെണ്ണുങ്ങൾക്ക് കൊടുക്കേണ്ടതായിട്ട് വരുമ്പോൾ ഡീലിമിറ്റേഷൻ നടത്തി എണ്ണം കൂട്ടണം എന്ന് പറഞ്ഞാൽ ഈ പുരുഷ മേധാവിത്വം വീണ്ടും വീണ്ടും തുടരണം. ഈ കള്ളക്കളിയല്ലേ ഇതിനകത്തുനിന്ന് വെളിവാകുന്നത്? നാണമില്ലേ ഇത് ജനങ്ങളുടെ അടുത്ത് പറയാൻ? എന്നിട്ട് കള്ളക്കണ്ണീര് ഒഴുക്കുകയാണ് ഇതുപോലെ വിവരക്കേടും വിളിച്ചു പറഞ്ഞിട്ട്. ഏതായാലും ഇതിനെക്കുറിച്ച് ചിന്തിക്കണം. ജനങ്ങൾ യഥാർത്ഥത്തിൽ ഇതിനെക്കുറിച്ച് ചിന്തിക്കണം, മനസ്സിലാക്കണം. ഇതാണ് ഇതിൻ്റെ സത്യം.